കൊച്ചി മൂന്നാർ ദേശീയപാതയുടെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് സർക്കാരിന്റെ അനാവശ്യ ഇടപെടൽ മൂലമെന്ന് MP ഡീൻ കുര്യാക്കോസ്. കൊച്ചി മൂന്നാർ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അനാവശ്യമായി നൽകിയ സത്യവാങ്മൂലം മൂലമാണ് റോഡ് നിർമ്മാണം മുടങ്ങാൻ കാരണം. വനം വകുപ്പ് അനാവശ്യമായി അവകാശവാദം ഉന്നയിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരിൽ ഉണ്ടായ വീഴ്ച യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും MP പറഞ്ഞു. ദേശീയപാത 85 കൊച്ചി മൂന്നാർ വികസന പദ്ധതികൾ പുരോഗമിക്കുന്നതിനിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാവശ്യമായ സത്യവാങ്മൂലത്തിൻ്റെ പേരിലുണ്ടായ കോടതി വിധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ 2 മാസങ്ങൾ പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുമുള്ള പ്രതിക്രിയകൾ എന്ന് വെച്ചാൽ അവിടെ റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിലപാട് വ്യത്യാസം കാണിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പറയപ്പെടുന്ന വളറ ഭാഗത്തുള്ള ആ റോഡ് അത് പൂർണ്ണമായും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലും നാഷണൽ ഹൈവേയുടെ കയ്യിലും നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം. പക്ഷേ വനംവകുപ്പ് അനാവശ്യമായി ക്ലെയിം ഉന്നയിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വനമേഖലയാണ് എന്നുള്ളതാണ്. അത് തിരുത്താൻ സർക്കാർ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ അത് തിരുത്തി നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സത്യവാങ്മൂലം എത്രയും പെട്ടെന്ന് നൽകപ്പെടേണ്ടതാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 18-ാം തീയതി കേസ് പരിഗണിച്ചപ്പോഴും സത്യവാങ്മൂലം നൽകിയിട്ടില്ല. ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ വളരെ ശാസനയോടുകൂടി ഹൈക്കോടതി 7-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ 7-ാം തീയതിക്ക് മുമ്പായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സത്യവാങ്മൂലം തിരുത്തി നൽകിയില്ല എങ്കിൽ ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിരിക്കും. ഇക്കാര്യത്തിൽ സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരിന് ഒളിച്ചോടാനും കഴിയത്തില്ല. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു സത്യവാങ്മൂലം എന്ന് വെച്ചാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സത്യവാങ്മൂലം കൊടുത്തത് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി. ആ തെറ്റായ സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ ഉടനെ തന്നെ തയ്യാറാകേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് ഞാൻ സംസാരിച്ചതാണ്. പക്ഷേ ഇതുവരെയും അതിനകത്തൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്, പ്രയാസകരമാണ്. പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്.